മണി നീ തൂത്തോണ്ടിരിക്കുന്ന ഇങ്ങോട്ട് പൊടി. മണി നിന്റെ വിഷമൊക്കെ മാറിയ? എന്തോ വിഷമം? അല്ല, മണിക്കുട്ടൻ പണ്ടേ നിന്നെ ട്രിപ്പിന് വിട്ടില്ലല്ലോ, അതൊക്കെ പറഞ്ഞ് നീ വിഷമിച്ചില്ലേ? അയ്യേ, അതൊക്കെ അപ്പൊ പറഞ്ഞപ്പോ അങ്ങ് തീർന്നില്ലേ? ചെറിയ ചെറിയ കാര്യങ്ങള്. എന്തോ സംഭവം എന്നറിയോ, ഞാൻ അമ്മയില്ലാതെ വളർന്നതല്ലേ. അപ്പൊ അച്ഛനും ചേട്ടനും കൂടെ വളർത്തുമ്പോ അവര് ഭയങ്കര പൊസസീവ് ആയിരുന്നു, എന്റെ കാര്യത്തിൽ ഓവർ കെയറിംഗ് ആയിരുന്നു. പക്ഷെ അത് കെയറിംഗ് ആണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലാവില്ല. എന്റെ അടുത്ത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോ എനിക്കങ്ങ് വിഷമോ. അപ്പൊ കുറെ കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലിന്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇന്നൊരു ഇച്ചിരി എന്റെ മൂഡ് മാറിയത്. പറഞ്ഞപ്പോ അത് തീർന്നു. അത് തന്നെ, എനിക്കും ഇതുപോലെ ആയിരുന്നു പണ്ടേ. ഈ കുട്ടിക്കാലത്ത് എനിക്ക് ബറോട്ട തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ സമ്മതിക്കൂല. അമ്മ പറയണ ഈ മൈദ മാവ് ഭയങ്കര ദൂഷണി, കുടൽ ഒട്ടിപ്പോവും, ക്യാൻസർ വരും എന്ന് ആരൊക്കെ പറഞ്ഞിട്ടുള്ള. അത് അന്ന് ഈ മൈദ മാവിനെ പറഞ്ഞത് അമേരിക്കൻ മാവാണ്. ഈ നമ്മുടെ സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ഒരു സംഭവമാണ്. അമ്മ ഒരിക്കലും ഈ ബറോട്ട തിന്നാൻ സമ്മതിക്കൂല. അങ്ങനെ ഒരു ദിവസം കോതി മൂത്ത് ഞാൻ നമ്മുടെ കാഞ്ഞനമാറയിലെ പൊടിയണ്ണന്റെ ചായക്കടയിൽ ചെന്ന് 2 ബറോട്ട വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് ഇത് അമ്മ എങ്ങനെയാണ് ആരോ പോയി പറഞ്ഞു കൊടുത്തത്. വീട്ടിൽ വന്നതും മുറ്റത്ത് ഈ മടൽ വെട്ടിയിരിക്കുകയായിരുന്നു. അതിന്റെ വഴുത എടുത്ത് തലങ്ങും വിലങ്ങും അടിച്ചു, കാലൊക്കെ പൊട്ടിച്ചു കളഞ്ഞ അടിച്ചു. എന്നിട്ട് പിന്നെ അമ്മയൊക്കെ കാര്യം നോക്കുമ്പോൾ ചിരിയും വരും. എല്ലാ കുടുംബത്തിലും ഉണ്ട് ഇതുപോലെ. പിന്നെ ഞാൻ നേരത്തെ ഇപ്പൊ പിങ്കി എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ മറ്റേ കോലൈസ് ഉണ്ടല്ലോ, ഐസ്ക്രീം കാരൻ കിണികിണീന്ന് അടിച്ചോണ്ട് സൈക്കിളിൽ കൊണ്ട് അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. വാങ്ങിച്ചു തരൂല, മറ്റേ ഓടയിലെ വെള്ളമാണെന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരി ഒരു ദിവസം ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ടേസ്റ്റ് വെക്കാൻ കയ്യിൽ തന്നു. ഞാൻ അവിടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ നക്കിയതും ഓടി വന്ന് ഇത് എന്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ് എന്നെയും വലിച്ചെടുത്തോണ്ട് പോയി അച്ഛന്റെ മുന്നിൽ കൊണ്ടിട്ട്. ആര്? മണിക്കുട്ടൻ ചേട്ടൻ. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് എനിക്ക് ഇപ്പോഴും വിഷമമാണ് കേട്ടോ, അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റിയില്ല എന്നുള്ളത്. അല്ല മണി, അതിപ്പോഴും നിനക്ക് ഐസ് ഇഷ്ടമാണോ? പിന്നെ കിട്ടിയാരും കഴിക്കാത്തത് പിന്നല്ല. ഓരോരോ കൊതികള്, കൊച്ചിലത്തെ ഓരോരോ കൊതികള് നമുക്ക് മനസ്സിൽ നിന്ന് മാറൂലല്ലേ മണി. നമ്മൾ ഇനി എവിടെയെങ്കിലും പോകുമ്പോ ഐസ് കണ്ട ഉറപ്പായിട്ടും മനസ്സിൽ. ഇപ്പൊ എന്തോന്നു ഈ വയസ്സാം കാലത്ത് ഇത് കൊതി പിടിച്ചോണ്ടായിരിക്കണത്? കിട്ടിയാ കഴിക്കും, അത്ര തന്നെ. അല്ലെങ്കിൽ തന്നെ അതിപ്പോ എവിടെ കിട്ടാൻ പോണു? പഴയ സാധനങ്ങളൊക്കെ ഇപ്പൊ മറ്റേ ചോക്ലേറ്റ് ഐസ്ക്രീം, മറ്റേ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് മോഡേൺ സാധനങ്ങളല്ലേ കിട്ടണത്. നമ്മുടെ പഴയ സാധനമൊക്കെ കിട്ടാനാ പോണത്. ഓരോരോ കൊതികൾ കൊച്ചിലെ ഉണ്ടായതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഓർക്കണം. അതെ, ഇതൊക്കെ അടുക്കി വെച്ചോളൂ. എപ്പോഴും കാട്ടില് കുറെ ഫയലിനൊക്കെ എടുത്തിട്ട് ഒതുക്കി വയ്യേ, എനിക്ക് കുറെ പണിയുണ്ട്. വെച്ചോളാം. അയ്യോ, ഓ മാമാ മാമാ, എന്താ ചായ വല്ലതും വേണോ? ചായ ഒന്നും വേണ്ട. നീ ആ കൈ ഒന്ന് നീട്ടിക്കേ. ആര്? ഞാനാ? എന്തിന്? കൈ നീട്ടടി. കൈ നീട്ടി കുറേ. വേണ്ട. എന്തുവാ നിനക്ക് കോണോ? അതെന്തുവാ? മറ്റേ ആ പാത്രം നോക്ക്. പിടിച്ചേ പിടിച്ചോ 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 പിടിച്ചോ. സന്തോഷമായില്ലേ? പിന്നെ ഇത് എവിടുന്ന് ഒപ്പിച്ച? ഇത് ഇടി ഈ കോലൈസ് എന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടെ ഒന്നും കിട്ടത്തില്ല. ഞാനങ്ങ് നടന്നു 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 അങ്ങ് ദൂരെ പോയി ഒരു ഒരു ഹിന്ദിക്കാരന്റെ ഒരു കട ഉണ്ടായിരുന്നു, അവിടുന്ന് വാങ്ങിച്ചോണ്ട് വരിക. ഇവിടെ കിട്ടൂലെന്ന് ആര് പറഞ്ഞു? ഇവിടെ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഇവിടുത്തെ ബേക്കറി കിട്ടുന്ന ഐസ്ക്രീമേ കിട്ടൂ, ഇതുപോലെ കോലൈസ് കിട്ടത്തില്ല. അതാ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി വാങ്ങിച്ചോണ്ട് നിനക്കായിട്ട് കഴിച്ചു. അയ്യോ, നിങ്ങളൊക്കെ കഴിക്കുന്നില്ലേ? അല്ല, അത് പിന്നെ കഴിക്കാം, നീ കഴിക്കും. അല്ല, നിങ്ങൾ കഴിക്കാൻ ഞാൻ കഴിക്കുന്നില്ല. കുഞ്ഞുനാളിലേ നിന്നെ ഇതൊന്നും കഴിക്കാൻ ഞങ്ങള് സമ്മതിച്ചിട്ടില്ലായിരുന്നല്ലോ. അതിന്റെ ഒരു പ്രായച്ചിത്തമായിട്ട് കരുതിയാ മതി. വയറൊന്നും വേദനിക്കത്തില്ല. ഒന്നാം തരം സാധനമാണ്. അന്നത്തെ കോലൈസിനെക്കാട്ടിൽ നല്ല സാധനം ആണല്ലേ? അലിഞ്ഞു പോയിട്ടാ, എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റ് ഇല്ലേ? സൂപ്പർ. അന്നത്തെ നമ്മുടെ കോലൈസിനെക്കാട്ടി ടേസ്റ്റ് ഇല്ലേ? ആ ടേസ്റ്റ് എനിക്ക് അറിഞ്ഞൂടല്ലോ. പറഞ്ഞല്ലോ നീ. നീ അലിഞ്ഞു കഴിക്കേ.
എനിക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്നാലും അല്ല, നിനക്ക് വേറെ ഉണ്ട്, നിനക്ക് വേറെ ഉണ്ട്. കഴിക്കും. അല്ല വേണ്ട, അമ്മയ്ക്ക് മേടിച്ചോണ്ടെന്നല്ലേ കഷ്ടപ്പെട്ട അമ്മനെ. നിനക്ക് വായിച്ചത് നീ കഴി. ചേട്ടൻ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലേ? താങ്ക് യു. അലിഞ്ഞു പോയി, സ്പൂൺ ഇട്ട് വയ്ക്കണം. നിനക്ക് തരാമേ? നിനക്കുണ്ട്, ഉണ്ട്. ഇത് കഴി. മൊത്തം നിനക്കല്ല. അയ്യോ അയ്യോ മണി കുറവില്ലേ മണി? ഒരു കുറവും ഇല്ല. എന്റെ ദൈവമേ, ഞാൻ എത്ര പ്രാവശ്യം ബാത്റൂം പോയി എനിക്ക് മാത്രം അറിയുള്ളൂ. മോളെ നമുക്ക് നാരങ്ങയിൽ കട്ടൻ ചായ പിടിച്ചു. നാരങ്ങ കട്ടൻ ചായയിൽ നാരങ്ങ പിടിച്ചു. മരുന്ന് കൊണ്ട് വരാതിരിക്കുമെന്ന്. ബഹളം വെക്കില്ല, ബഹളം വെക്കില്ല. മണിക്കുട്ടാ, മാമാ, മണിക്കുട്ടാ, ഒരു തുള്ളി എന്താ പറ്റി ഇളിയാ? എന്താ പറ്റി? എന്ത് പറ്റി? ഐസ് ഐസ് ഐസാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിങ്ങൾ. അല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ പെങ്ങളെ. അതെ, ഞാന് നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു ഹിന്ദിക്കാരന്റെ കടയിൽ നിന്നാ വാങ്ങിച്ച, നല്ല കടയിൽ നിന്ന്. ഏതോ ആക്രി ഹിന്ദിക്കാരന്റെ കടയിൽ പോയി ഏതോ വൃത്തിയുടെ സാധനം വാങ്ങിച്ചോണ്ടൊന്ന് എന്നെ കൊല്ലാൻ നോക്കി മനുഷ്യൻ. അല്ല പെങ്ങളെ, അതെ, പെങ്ങൾ ഇന്നലെ കോഴിയിറച്ചി കഴിച്ചില്ലായിരുന്നു? കോഴിയിറച്ചി ഏത് വൃത്തിയുടെ വെള്ളത്തിലുണ്ടാക്കിയ സാധനമാണോ എനിക്ക് കൊണ്ടു തന്നത്? സ്നേഹിക്കാൻ വന്നേക്കുന്നുണ്ട്. എന്നാ പിന്നെ ആ കോൺ ഐസ്ക്രീം അവിടുന്ന് എല്ലാരും വാങ്ങിച്ചത്, അതൊന്ന് കഴിച്ചു നോക്കിയാലോ? എന്റെ വായിന്ന് വല്ലതും കേൾക്കുമോ നിങ്ങള്? അല്ല, യഥാർത്ഥത്തില് പെങ്ങളെ അവിടെ നിന്ന് വൊമിറ്റിംഗ് ടെൻഡൻസി, ഫുഡ് പോയിസൺ തന്നെ. ഈ പ്രായച്ചിത്തം ചെയ്യുമ്പം ഇമാതിരി പ്രായച്ചിത്തങ്ങളൊന്നും ചെയ്തു കളയും പ്ലീസ്. മാറിയിക്കല്ലേ പെങ്ങളെ?